നിബദ്ധമായ വനങ്ങളാണ് ആമസോൺ വനങ്ങൾ. ഏതാണ്ട് ഭാരതത്തിൻ്റെ ഭൂപ്രകൃതിയേക്കാൾ 2 ഇരട്ടി വലുപ്പമുള്ള ഒരു സ്ഥലത്താണിത് തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നത്. 6 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. നമ്മൾ മണിക്കൂറുകളോളം ഈ കാടുകളിലൂടെ നടന്നാൽ ആകാശം കാണാതെ അത്ര നിബന്ധമായിട്ട് വൃക്ഷങ്ങൾ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു പ്രദേശമാണ് ആമസോൺ. ജനവാസം തീരെയില്ല. ഒരിക്കലും മനുഷ്യരെത്തിപ്പെട്ടിട്ടില്ല എന്ന് കരുതപ്പെടുന്ന പല സ്ഥലങ്ങളും ഈ കാടുകളിലുണ്ട്. ഇവിടെ ഇന്ന് വസിക്കുന്നത് വളരെ ചുരുക്കം ചില ആദിവാസി സമൂഹങ്ങളാണ്, അബോറിജിനൽ ട്രൈബ്സ്. ഇതിൽ ഏതാണ്ട് 10-14 ഗോത്രവർഗങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ട് പോലുമില്ല. മറ്റ് മനുഷ്യ സമൂഹങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഇതുവരെ അവർ പുലർത്തിയിട്ടില്ല. തൊട്ടടുത്ത ആൻഡമാൻ ദ്വീപുകളിലെ സെന്റിനൽ ഐലൻഡിലെ ആദിവാസികളെ പോലെ പല സമൂഹങ്ങളും ആമസോൺ കാടുകളിൽ ഇന്നും നമ്മൾ ബന്ധപ്പെടാത്ത സമൂഹങ്ങളായിട്ട് നിൽക്കുന്നു. എന്നാൽ എക്കാലത്തും ഇങ്ങനെ ആയിരുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആമസോൺ വനാന്തരങ്ങൾ ഒരു കാലത്ത് ഒരുപാട് നഗരങ്ങളും ഗ്രാമങ്ങളും മനുഷ്യരും തിങ്ങിപ്പാർത്തിരുന്ന ഒരിടമായിരുന്നു എന്നാണ്. ലിഡാർ സ്റ്റഡീസ്, അതായത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മരങ്ങളും ചെടികളും ഇതിലൂടെ രശ്മികൾ കടത്തി ഭൂപ്രകൃതിയെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നഗരങ്ങളുടെ, ഗ്രാമങ്ങളുടെ, വീഥികളുടെ, ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന വഴികളുടെ ഒരു നെറ്റ്വർക്ക് നമുക്ക് ആമസോൺ കാടുകളിൽ കാണാൻ സാധിക്കും. ഇന്ന് നടത്തിയ പഠനങ്ങൾ ഈ ആമസോൺ കാടുകളുടെ പ്രാന്തപ്രദേശങ്ങളിലെ ചെറിയ ഭാഗങ്ങളിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവിടെ പോലും 100 കണക്കിന് ഗ്രാമങ്ങളും നഗരങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഈ പഠനം ആമസോൺ കാടുകൾ മുഴുവനായിട്ട് വ്യാപിപ്പിക്കുമ്പോൾ 20,000-30,000 ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളെ നമുക്കവിടെ, ഗ്രാമങ്ങളല്ലെങ്കിൽ നഗരങ്ങളെ അവിടെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത് വലിയൊരു അത്ഭുതമാണ്. 1920-കൾക്ക് മുമ്പ് ഭാരതത്തിൽ ഒരു നാഗരികത നിലനിന്നിരുന്നതായിട്ട് ആരുടെയും ബോധത്തിലില്ലായിരുന്നു. ഹരപ്പൻ സിറ്റി കണ്ടെടുക്കുന്നത് വരെ, കന്യാകുമാരി മുതൽ താജിക്കിസ്ഥാൻ വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു ഭൂപ്രദേശത്ത് ഒരു നാഗരികത അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ നിലനിന്നിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചിരുന്നില്ല. അതുപോലെ ചരിത്രത്തെ ഇളക്കി മറിക്കുന്ന ഒരു പഠനമാണ് ആമസോണിൽ നമ്മൾ മനുഷ്യരുടെ പുതിയ ഒരു നാഗരികത നിലനിന്നിരുന്നു എന്നുള്ള വസ്തുത. ഇതിനെക്കുറിച്ച് സൂചനകളുണ്ടായിരുന്നു. 1500-കളിൽ ആമസോൺ കാടുകളിൽ എത്തിപ്പെട്ട ആദ്യത്തെ യൂറോപ്യൻ യാത്രക്കാര് അവിടെ നഗരങ്ങളെയും നഗരവാസികളെയും വലിയ ജനപദങ്ങളെയും കണ്ടതായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. 30 കിലോമീറ്ററോളം ഒരു നഗരത്തിലൂടെ സഞ്ചരിച്ചു എന്നൊരു സഞ്ചാരി എഴുതിയിട്ടുണ്ട്. ഒരു 30-40 വർഷത്തിന് ശേഷം വന്ന യൂറോപ്യൻ സഞ്ചാരികൾക്ക് അവിടെ വനങ്ങൾ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഒരു മനുഷ്യരെയും ഒരു നഗരത്തെയും അവർക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ കരുതിയത് ആദ്യം വന്ന യൂറോപ്യൻ സഞ്ചാരികൾക്ക് എന്തോ പിശക് സംഭവിച്ചു, വേറെ എന്തോ കണ്ടതിന് ഇവിടെയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഈ ആദ്യ സഞ്ചാരികൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇവിടെ വലിയ ഒരു ജനപദം നിലനിന്നിരുന്നു. അവ 30-40 വർഷം കൊണ്ട് കാട് കയറുകയാണ് ചെയ്യുന്നത്. നശിച്ച് ഒരു അവശേഷവും നിലനിർത്താതെ വനം ആ നാഗരികതയെ കീഴടക്കുകയാണ് ചെയ്യുന്നത്. ഈ നഗരങ്ങളിലെല്ലാം നിർമ്മിക്കപ്പെട്ടത് മരം കൊണ്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ അത് അധികകാലം നിലനിന്നില്ല. അത് ചിതലരിച്ച് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഫൗണ്ടേഷൻസ്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കൺസ്ട്രക്ഷൻസിനെ മാത്രമേ നമുക്ക് ഇന്ന് ലിഡാർ സ്റ്റഡീസിലൂടെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വേറെയും ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു തരത്തിലുള്ള ഒരു കറുത്ത മണ്ണ് ഉണ്ട്. വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു തരത്തിലുള്ള
മണ്ണുള്ളതായിട്ട് കാണാം, ഒരു കറുത്ത മണ്ണ്. ഈ മണ്ണ് ഒരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സിലൂടെ അല്ല നിർമ്മിക്കപ്പെട്ടത് എന്നും ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യര് മണ്ണിൽ കാർബൺ അടങ്ങുന്ന വസ്തുക്കൾ കലർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ണാണ്. അവരുടെ ഭക്ഷ്യോൽപാദനത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ കൃഷിയുടെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ച് എടുത്ത മണ്ണാണ് ഇത് എന്നും ഇന്ന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിലും എല്ലാം അത്ഭുതം 2015 ജനിതക ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആമസോൺ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന 3 സമൂഹങ്ങൾ, ഏറ്റവും ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന 3 ഗോത്രവർഗങ്ങളിൽ അവരുടെ ജനിതകത്തിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ള ആൾക്കാർക്ക് സമാനമായിട്ടുള്ള ജനിതകം കണ്ടിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ, പപ്പുവ ന്യൂഗിനി, ഓസ്ട്രേലിയ തുടങ്ങിയ ദേശങ്ങളിൽ വാർക്കുന്ന ആദിവാസി ഗോത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള ജനിതക ഘടനയാണ് ആമസോണിലെ വനാന്തരങ്ങളിലെ ഏറ്റവും ഉൾപ്രദേശങ്ങളിലുള്ള ഈ 3 സമൂഹങ്ങളിലുള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടത്. അവരുടെ രൂപവും ഏതാണ്ട് ഈ സമൂഹങ്ങളെ, ആൻഡമാൻ, ന്യൂഗിനി, ഓസ്ട്രേലിയ തുടങ്ങിയ സമൂഹങ്ങൾക്ക് സമാനതകളുണ്ട്. മറ്റ് ഗോത്രവർഗക്കാർ, അമേരിക്കകളിലുള്ള ഇന്ത്യക്കാരെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വിളിച്ച മറ്റ് ഗോത്രക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജനിതക ഘടനയാണ് ഇവർക്കുള്ളത്. അമേരിക്കകളിൽ, ഉത്തര അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും മനുഷ്യവാസം ഉണ്ടാകുന്നത് ഏതാണ്ട് 20,000 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിൽ നിന്ന്, അതായത് ഇന്നത്തെ സൈബീരിയയിൽ നിന്ന് കുടിയേറിയ ജനവിഭാഗമാണ്. ഒറ്റ കുടിയേറ്റത്തിലൂടെ ഒരു ജനവിഭാഗം കുടിയേറിയാണ് ഈ 2 ഭൂഖണ്ഡങ്ങളെയും പോപ്പുലേറ്റ് ചെയ്യുന്നത്, ഇതിൽ ജനവാസം ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആൻഡമാൻ ജനിതക ഘടകവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ എങ്ങനെ എത്തപ്പെട്ടു? ഇതൊരു രണ്ടാമത്തെ, നമുക്കിന്ന് അറിയാത്ത ഒരു ഗോസ്റ്റ് പോപ്പുലേഷനാണ് എന്നാണ് ഇന്ന് ഗവേഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത് എന്നുള്ളത് വലിയ ഒരു പ്രഹേളികയായിട്ട് നിലനിൽക്കുന്നു. ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഈ വിഭാഗങ്ങൾ ഏഷ്യയുടെ കരമാർഗമാണോ കടൽ മാർഗമാണോ ഇവിടെ ഇവരെത്തിപ്പെട്ടത്? ഇവരിങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഈ കാടുകൾ വളരെ നിബന്ധമായതും ഇൻപെനിട്രബിൾ ആയതുകൊണ്ട് ഇവരിലേക്ക് മറ്റ് ജനവിഭാഗങ്ങളുടെ ജീൻസ് എത്തിയില്ല എന്നുള്ളതാണ് ധരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഉൾപ്രദേശമല്ല ആമസോൺ എന്നാണ് ഈ ലിഡർ സ്റ്റഡീസ് സ്ഥാപിക്കുന്നത്. അനേകം റോഡ് നെറ്റ്വർക്കുകളുള്ള, അനേകം നഗരങ്ങളും ഗ്രാമങ്ങളുമുള്ള ഒരു വലിയ ഭൂപ്രദേശമായിരുന്നു ആമസോൺ കാടുകൾ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ആൻഡമീസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ജനിതക ഘടകമുള്ള ആൾക്കാർ നിലനിൽക്കുന്നത്? ഇതൊരു വലിയ അത്ഭുതമായിട്ട് ഇന്ന് നമുക്ക് വിശദീകരണം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. ഇതിന് ഇനി ഉത്തരം വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം.